ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഏത് മകൻ? വിഷ്ണുവിന്റെ കാര്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? അല്ല, അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈ വീട് നഷ്ടപ്പെടുന്ന അറിവ് കിട്ടിയ നിമിഷം മുതൽ അവൻ അവിടെ പൊറുതി തുടങ്ങി, ശാരദാമ്മയുടെ വീട്ടില്. മാന്യനോ? നീയോ? എവിടെ നിന്നെ ആരോടാ മാന്യമാരെ കൊടുത്തിപ്പെടുത്തുന്നേ? എന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടാൻ അച്ചാരം കൊടുത്തിട്ട് നിൽക്കുന്ന നിന്നെ ആൺവർഗത്തിലും പെൺവർഗത്തിലും നിർത്താൻ പറ്റില്ല. ചേട്ടനൊന്ന് മനസ്സിലാക്കണം. 1-2 ദിവസങ്ങൾ കഴിഞ്ഞാ ഇതങ്ങ് ജപ്തിയിൽ പോവും. അതിനു മുമ്പ് ചേട്ടനെ വന്നൊന്ന് കണ്ട് ആശ്വസിപ്പിക്കാമെന്ന് കരുതി വന്നപ്പോ ചേട്ടനെ നാട്ടി ഓടിക്കാൻ ശ്രമിക്കുകയാണോ? ഒന്നുമല്ലെങ്കിലും ഏട്ടന്റെ അനിയനല്ലേ ഏട്ടാ ഞാൻ. എന്നോട് ഇങ്ങനെയൊക്കെ പറയാമോ? ജപ്തിയായി കഴിഞ്ഞാ ഇങ്ങോട്ട് പിന്നെ വരാൻ പറ്റില്ലല്ലോ. ഏട്ടനെയും ഏട്ടത്തെയും പിന്നെ ഞാൻ വാടക വീട്ടിൽ വന്ന് കാണേണ്ടി വരില്ലേ? ഉപേന്ദ്ര, നിനക്ക് ഞങ്ങൾ ഈ വീട്ടിൽ നിന്നല്ലേ ജപ്തി ചെയ്ത് ഇറക്കാൻ പറ്റൂ, അല്ലാതെ ഞങ്ങൾ ഇല്ലാതാക്കാനൊന്നും പറ്റില്ലല്ലോ. എന്റെ ഏട്ടത്തി, അങ്ങനെ ഒരു വിചാരം എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എനിക്കത് വർഷങ്ങൾക്ക് മുമ്പേ ആകാമായിരുന്നു. എന്നെ ചതിച്ചിയാള് നിങ്ങളെ കഴുത്തി താലി കെട്ടിയ അന്ന് ഞാനത് ചെയ്തില്ലല്ലോ. ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ നിന്ന് പറയാൻ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ അന്നും ഇന്നും ആ സ്നേഹമുണ്ട്, പ്രത്യേകിച്ച് ഏട്ടത്തിയോട്. ആ സ്നേഹം എന്റെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ ഞാൻ മരിക്കണം. വീഞ്ഞിന്റെ അവസ്ഥയാ, പഴകും തോറും അതിന്റെ വീര്യം കൂടും. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ഒരിക്കൽ നിന്നെ ഞാനിത് ഓർമ്മിപ്പിച്ചതാ. ഇനി ഒരിക്കൽ കൂടി വേണ്ടി വന്ന പിന്നെ നീയില്ല. നിന്റെ മനസ്സിലെ ദുഷിപ്പ് ഈ മുറ്റത്ത് നിന്ന് വിളമ്പരുത്. ദേ, ഇതിപ്പോഴും രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മണ്ണ. ഇത് ജപ്തിയാകുന്നത് വരെ ഇതിന്റെ അധികാരവും ഞങ്ങൾക്ക് തന്നെയാ. ഇനി നിന്റെ ഈ പുഴുത്ത നാവിൽ നിന്നും വികട സരസ്വതി വല്ലം വന്ന നീ ആ നടന്നു വന്ന കാലുകൊണ്ട് തിരിച്ചു നടന്നു പോകില്ല. അത് ഈ സത്യഭാമയാടാ പറയുന്നേ. ഇതാണ് പെണ്ണ്. ശൗര്യം എന്ന് പറഞ്ഞ ഇതാണ്. അടിത്തറ ഇളകി മണ്ണടക്കം ഉഴുതുമറിക്കാനുള്ള JCB മുറ്റത്ത് വന്നിട്ടും പതറാതെ നിൽക്കുന്ന ഈ മനസ്സിന് കൊടുക്കണം നല്ലൊരു കയ്യടി. അല്ല, സത്യാമ്മ ഇത് ഏത് ലോകത്താ? കാൽച്ചുവട്ടിലെ മണ്ണ് വരെ ഇളകിപ്പോയി. ഇനി ഇങ്ങനെ തള്ളവിരല് കുത്തി തലക്കനം കാണിച്ചെന്നിട്ട് ഒരു കാര്യവുമില്ല. തല കുത്തനം മറിഞ്ഞു വീഴും. അതാ ഇനി ഇവിടെ നടക്കാൻ പോന്നെ. എല്ലാം ഇട്ടെറിഞ്ഞ് കൂടും കുടുക്കെടുത്ത് ഇറങ്ങിക്കൊടുത്തേ പറ്റൂ. ഏട്ടാ, പ്രശ്നപരിഹാരത്തിനായി ഞാൻ ഏട്ടത്തിയോട് പലതും പറഞ്ഞു. ഏട്ടത്തി കേട്ടില്ല. ഗുണ്ടയായ ഏട്ടന്റെ മകനും കേട്ടില്ല. അവൻ എന്നെ എന്റെ പണിക്കാരുടെ മുമ്പ് വെച്ച് തല്ലി. എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ സഹായിക്കണമെന്ന് ചോദിച്ചെത്തിയില്ലേ? അതാണ് ഏട്ടാ രക്തബന്ധം, ഒരു അനിയന്റെ കടമ. ആ കടമ എന്താ എന്റെ ഏട്ടനും ഏട്ടത്തിയുമേ മനസ്സിലാക്കാത്തത്? എന്റെ കൊക്കി ജീവനോടത്തോളം കാലം നിന്റെ ഒരു സഹായം ഒരിക്കലും വേണ്ട. നീ ഇങ്ങനെ സഹായിച്ചാ ഞങ്ങളിപ്പോ കടത്തിന്റെ അഭയം തൊടാനുള്ള അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ടേ ഇപ്പൊ ഇവിടെ നിറയെ പോകുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലത്. അപ്പൊ വരാൻ പോകുന്ന ജപ്തിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാധനങ്ങളൊക്കെ കെട്ടി പാക്ക് ചെയ്തിരിക്കല്ലേ അമ്മയും അച്ഛനും മകനും പരിചാരകരും കൂടി? അല്ല, വീട് വല്ലതും എടുത്തോ? അതോ എടുത്തു തരണോ?
അല്ല, ഒരു കൈസഹായം വല്ലതും വേണോന്നറിയാൻ ചോദിച്ചതാ. ഞാനും എന്റെ മകനും ജീവിച്ചിരിക്കുന്നിടത്തോളം നിന്റെയൊക്കെ മുമ്പിൽ ഞങ്ങൾ അടിമകളായിട്ട് വരില്ലടി. ഞങ്ങൾക്കേ ഞങ്ങളുടെ മകനുണ്ട്. അവൻ നോക്കിക്കോളും ഞങ്ങളെ നല്ല അന്തസ്സായി. ഏത് മകൻ? വിഷ്ണുവിന്റെ കാര്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? അല്ല, അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈ വീട് നഷ്ടപ്പെടും എന്ന് അറിവ് കിട്ടിയ നിമിഷം മുതൽ അവൻ അവിടെ പൊറുതി തുടങ്ങി, ശാരദാമ്മയുടെ വീട്ടില്. ശാലിനിക്കൊപ്പം. അവര് രണ്ടുപേരും പുതിയ കല്യാണം കഴിച്ചതുപോലെയല്ലേ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് താമസിക്കുന്നേ. ഇനിയിപ്പൊ നിങ്ങളുടെ താളത്തിനൊത്തു തുള്ളാൻ അവനെ കിട്ടില്ല. പറഞ്ഞു തീർന്നില്ല, ദാ വന്നല്ലോ. കുടുംബമായിട്ട് താമസിക്കുന്നതിന്റെ സുഖവും സന്തോഷവും ഒക്കെ അറിഞ്ഞവൻ ഈ ദരിദ്രകുടിലേക്ക് വരുവോ? അല്ല, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്, ദാ മുന്നിൽ നിക്കല്ലേ. ചോദിക്കാനും പറയാനൊന്നുമില്ലടി. രണ്ടാം കല്യാണം നടന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാ. അതിന് സദ്യ തന്നില്ലായിരുന്നല്ലോ. അടുത്ത ദിവസം നഗരസഭയുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഗംഭീര സദ്യ നടത്തുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും വന്ന് ഓസിരി കഴിച്ചിട്ട് പൊക്കോ. തനിക്ക് കിട്ടിയൊന്നും പോരെ? എടോ, ഇങ്ങനെ പിന്നാലെ നടന്നായിരുന്നു തല്ലുപടിക്കാൻ നാണമില്ലേ? എങ്ങനെ ഉണ്ടാവാനാ? ഇവളെ പോലത്തെ നാണവും മാനും കെട്ട സാധനങ്ങളിലൊപ്പല്ലേ കൂട്ട്. ഉപേന്ദ്രൻ ചിറ്റപ്പ, ഞാൻ വീണ്ടും നല്ല വ്യക്തമായ ഭാഷയിൽ പറയാ. പരിഭാവനമായ ഈ സ്ഥലം എന്റെ അച്ഛന്റെയും അമ്മയുടെയും കാലുകൾ പതിഞ്ഞ ഈ മുറ്റത്ത് നിന്റെയൊക്കെ കാലുകൾ പതിയുന്നത് തന്നെ ഐശ്വര്യക്കേടാ. നീയൊക്കെ നിന്ന ഭാഗത്തെ മണ്ണടക്കം ഇളക്കിയെടുത്ത് അങ്ങ് ഭാരതപ്പുഴയിൽ ഒഴുക്കിയാലും തീരാത്തത്ര പാപക്കറ നിന്റെയൊക്കെ ഒപ്പുണ്ട്. അത്രയ്ക്ക് വെറുക്കപ്പെട്ടവരാണോ നിങ്ങളൊക്കെ? പിന്നതേ ഈ സാധനം, ഇവള് തന്റെ കഴുത്തി ചുറ്റിയ പെരുമ്പാമ്പ. മലേഷ്യയിലെ തന്റെ കുടുംബം വരെ ഇവള് കുളം തോണ്ടും. ഇതെനിക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. അതുകൊണ്ട് ഇവളെ വിളിച്ച് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നോ അതോ കഴുത്തി പിടിച്ച് രണ്ടിനെയും പുറത്താക്കണോ? അപ്പൊ അപമാനിച്ചു വിടുകയാണല്ലേ? എങ്കിൽ കേട്ടോ, ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി സാധാരണ വാഴ വയ്ക്കുന്നാണ് പറയാറ്. പക്ഷേ ഇത് ഞങ്ങള് വാറ്റുചാരായ കേന്ദ്രമാക്കും.